ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് റേപ്പാണെന്ന്. കാരണം ഇത് മുഴുവനും ഇത് റേപ്പേ അല്ല, കൺസെൻഷ്യൽ ആണ്. രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി നടന്നു തന്നെയാണ് ഈ സംഭവം. അതായത് ഇവർ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ്. പക്ഷേ ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു. അതിന് താനല്ല ഉത്തരവാദി, മറ്റേ ആളാണ് ഉത്തരവാദി. അത് പറഞ്ഞിട്ട് അബോർഷന് ശ്രമിക്കുന്നു. ഈ പെൺകുട്ടി 2 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ടത് കോംപ്ലിക്കേറ്റഡ് ആവുന്നു, അത് കോമയിലാകുന്നു. അതിനാരാ ഉത്തരവാദി? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ട് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. അവനെ എങ്ങനെ വെള്ളപൂശാൻ പറ്റുന്നു ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന ശേഷം? അതിനകത്ത് പൊളിറ്റിക്സ് ഒന്നും അല്ല. ഇത് സീനിയറായിട്ടൊരു കോൺഗ്രസ് നേതാവിൻ്റെ മകള് ഇതേപോലെ തന്നെ കംപ്ലൈൻ്റ് ഉണ്ട്. ഇതേപോലെ 8, 9, 10 കംപ്ലൈൻറ്റ് ഈ ചെറ്റയ്ക്കെതിരെ ഉണ്ട്. നിങ്ങൾ ഇവനെ എങ്ങനെയാ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെള്ളപൂശാനും സൈബറിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഫാമിലിയിലാണ് ഇതുണ്ടാകുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് പിടികിട്ടുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? അവരെ സെക്ഷൽ റിലേഷൻഷിപ്പ് അതൊക്കെ നമുക്ക്, പക്ഷെ എല്ലാത്തിനും ഒരു ലക്ഷ്മൺ രേഖയുണ്ട്. അതിനുശേഷം കാണിച്ചു കൂട്ടുന്ന കോപ്രായ ഒരു എലക്റ്റഡ് MLA, ഒരു പൊളിറ്റിക്കൽ ലീഡർ, ഇത് സമൂഹത്തോട് കൊടുക്കുന്ന സന്ദേശം എന്തോ ഇതേപോലെ എല്ലാവർക്കും ചെയ്യാവോ? പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് അവർക്ക് ഈ സംഭവം അറിയാം ഇവനെ പറ്റിയുള്ള. കാരണം ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പം പല ആൾക്കാരും, പല പെൺകുട്ടികളും, പല പെൺകുട്ടികളുടെ പേരൻസും, കാരണം അവർക്കിത് പുറത്തു പറയാൻ നാണക്കേട്, അതിൻ്റെ പേരിൽ ഈ കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കളോട് വന്ന് കാര്യങ്ങൾ കരഞ്ഞു പിടിച്ച് പറഞ്ഞു, ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അവരുടെ മകളുടെ ഇത് പോയി ഈ അമ്മയുമായിട്ട് കൂട്ടി വന്ന് നേതാക്കളെ കാണുന്നു. ഇത് 1, 2 കേസല്ല. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അതിന് ഇവനെ പുറത്താക്കുമല്ല, ഇവൻ ലൈഫിൽ നിന്ന് പുറത്തിറങ്ങി, ഇവന്റെ ലൈഫിൽ ഇവൻ ജയിലിൽ തന്നെ ആയിരിക്കണം. നല്ല തെളിവുകൾ കൊണ്ടുവന്ന് ഇവനെ അങ്ങ് ഒതുക്കിയാക്കണം. എനിക്ക് തോന്നുന്നു ഇവന് സെക്ഷൽ മാനിയാക്കാണ് ഇവന്. ഒരു കാരണവശാലും പോലെയുള്ള ആൾക്കാര് ഒരു മനുഷ്യ ജീവിതം എത്ര എണ്ണമാ? 1 അല്ല 10, 12 പേരുടെ. അത് വെച്ച് അവൻ ഗെയിം കളിക്കുക.